എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം റെയ് മിസ്റ്റീരിയോയുടെ ഫ്രണ്ടായ എഡ്ഡി ഗെറേറോയെ കാണാൻ റെയ് മിസ്റ്റീരിയോ പോയതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. WCWയിൽ ക്രൂയിസർ വെയ്റ്റ് ഡിവിഷനിൽ തുടങ്ങിയ ശത്രുതയാണ് റെയ് മിസ്റ്റീരിയോയും എഡ്ഡി ഗെറേറോയും തമ്മിലുള്ളത്. WCWയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മാച്ചുകളുടെ കൂട്ടത്തിൽ എഡ്ഡി ഗെറേറോയുടെയും റെയ് മിസ്റ്റീരിയോയുടെയും മാച്ചുമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം WCWയിൽ നിന്നും WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിലേക്കും അവിടെ നിന്നും അവരുടെ തന്നെ ഒരു ശത്രുതയിലേക്കും പിന്നീട് ഇത് വളരെ വലിയ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കും മാറുകയായിരുന്നു. പക്ഷേ 2005 എഡ്ഡി ഗെറേറോ മരണപ്പെട്ടതിനെ തുടർന്ന് റെയ് മിസ്റ്റീരിയോ വല്ലാതെ തന്നെ ദുഃഖിതനായി. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത റോയൽ റംബിളിൽ, അതായത് 2006 റോയൽ റംബിളിൽ റെയ് മിസ്റ്റീരിയോ വന്നത് എഡ്ഡി ഗെറേറോയ്ക്ക് ഒരു ട്രിബ്യൂട്ട് ആയിട്ടായിരുന്നു. അതായത് എഡ്ഡി ഗെറേറോയുടെ കാറിൽ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ വരുന്ന ആ ഒരു ഗിമ്മിക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു മാച്ചായിരുന്നു റോയൽ റംബിളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു 2006 റോയൽ റംബിളിൽ റെയ് മിസ്റ്റീരിയോ തന്നെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ 2005 എഡ്ഡി ഗെറേറോ മരണപ്പെട്ടത് മുതൽ ഇപ്പോൾ അടുത്ത് വരെ റെയ് മിസ്റ്റീരിയോ എഡ്ഡി ഗെറേറോയുടെ കുഴിമാടത്തിൽ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ 13 വർഷം കഴിഞ്ഞപ്പോൾ റെയ് മിസ്റ്റീരിയോ പോയി അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിലേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം റെയ് മിസ്റ്റീരിയോ തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ എഴുതിയത് ഇതായിരുന്നു: തനിക്ക് എഡ്ഡി ഗെറേറോയുടെ കുഴിമാടത്തിൽ പോകാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്നെന്നും അതിന് പോകാൻ കഴിയാത്തതുകൊണ്ട് തനിക്ക് തന്നോട് തന്നെ വളരെയേറെ ലജ്ജ തോന്നുന്നുവെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എപ്പോഴൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു അപ്പോഴൊക്കെ ആ ഒരു വേദന തൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷേ 13 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടി. ഞാൻ എന്താണോ ഭയപ്പെട്ടിരുന്നത് അത് തന്നെ സംഭവിച്ചു. അന്നത്തെ ആ ഒരു സങ്കടം എല്ലാം എൻ്റെ തലയിൽ പെട്ടെന്നൊരു മിന്നൽ പിണർ പോലെ എൻ്റെ തലയിൽ വന്നു എന്നാണ് അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഡ്ഡിയെ കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സമാധാനവും സന്തോഷവുമാണ് ഉണ്ടായത്. തനിക്കും തൻ്റെ കൂടെ അന്നുണ്ടായിരുന്നവർക്കെല്ലാവർക്കും എഡ്ഡി ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ പുതുതായി വരുന്ന റെസ്ലേഴ്സിനൊന്നും എഡ്ഡിയുമായി സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെയേറെ സങ്കടകരമായ ഒരു കാര്യമാണ്. പണ്ട് എഡ്ഡിയുടെ കൂടെ സമയം ചിലവാക്കാൻ കഴിഞ്ഞവർ എല്ലാം തന്നെ വളരെയേറെ ഭാഗ്യവാന്മാരുമാണ്. ഇതെല്ലാമായിരുന്നു റെയ് മിസ്റ്റീരിയോയുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലുള്ള സംഭവം. ഏതായാലും എഡ്ഡി ഗെറേറോയുടെ WWEക്ക് ഏറ്റ ഏറ്റവും വലിയൊരു അടി തന്നെയായിരുന്നു. അതുപോലെയുള്ള ഒരു സ്റ്റാർ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.